ദേശീയ ഉദ്യാനങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനായി ചില മാർഗരേഖകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സ്ഥാപനം ഏതാണ്? ഉത്തരം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ്. ലോകത്തെ ഏറ്റവും വലിയ മഴക്കാടുകൾ എവിടെയാണ്? ഉത്തരം ആമസോൺ കാടുകൾ. കേരളത്തിന്റെ വിസ്തൃതിയുടെ 27% ഏത് മണ്ണാണ്? ഉത്തരം വനമണ്ണ്. പ്രകൃതിയിലെ സർവചരാചരങ്ങളുടെയും ഊർജ സ്രോതസ് ആരാണ്? ഉത്തരം സൂര്യൻ. കുരുമുളകിനെ ദേശീയ പുഷ്പമാക്കിയ രാജ്യം? ഉത്തരം ലൈബീരിയ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ വൃക്ഷമായി അംഗീകരിച്ചിരിക്കുന്ന വൃക്ഷം ഏതാണ്? ഉത്തരം ഓക്ക്. ഇന്ത്യയിലെ വിഷമില്ലാത്ത നീളം കൂടിയ പാമ്പ് ഏതാണ്? ഉത്തരം പൈത്തൺ റെറ്റിക്കുലേറ്റസ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ആരാണ്? ഉത്തരം ജപ്പാൻകാരിയായ ജുങ്കോ തബായ് 1975 മെയ് 16. അമുദാര്യ നദി ഒഴുകുന്നത് എവിടെയാണ്? ഉത്തരം മധ്യ ഏഷ്യയിലൂടെ. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം ദ്വീപ് ഏത് പുഴയിലാണ്? ഉത്തരം അഞ്ചരക്കണ്ടി പുഴ. ഇന്ത്യയിൽ കറുത്ത മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നത് ഏത് പ്രദേശത്താണ്? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെത്തുന്ന ഏറ്റവും ചെറിയ ദേശാടന പക്ഷി ഏതാണ്? ഉത്തരം ഇളം പച്ച പൊടിക്കുരുവി. ബെൻതോസ് എന്താണ്? ഉത്തരം ജലവ്യവസ്ഥയുടെ അടിത്തട്ടിൽ കഴിയുന്ന ജീവികൾ. 1 കിലോഗ്രാം സമുദ്രജലത്തിൽ എത്ര ഗ്രാം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്? ഉത്തരം 35 ഗ്രാം. ഇന്ത്യയുടെ പൈതൃക മൃഗം ഏതാണ്? ഉത്തരം ആന. മഴയുടെ പേരിൽ കറൻസി നിലവിലുള്ള രാജ്യം? ഉത്തരം ആഫ്രിക്കയിലെ ബോട്സ്വാന. ഈ രാജ്യത്തിന്റെ കറൻസിയുടെ പേര് പുല എന്നാണ്. പുലയുടെ അർത്ഥം മഴയാണ്. ശ്രീലങ്കയിലെ പ്രധാന നദി? ഉത്തരം മഹാബലി ഗംഗ. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പെരിയാറിൽ. ബംഗ്ലാദേശിൽ ഗംഗ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പത്മ. മുൾക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം മഴ കുറവുള്ള പ്രദേശങ്ങളിൽ. ഭൗമ ഉപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന ഭാഗം ഏതാണ്? ഉത്തരം ചാവുകടൽ. നീല വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മത്സ്യം. ഭൂമിയിലെ ശുദ്ധജലത്തിൽ ഏറിയ പങ്കും കണക്കാക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ധ്രുവപ്രദേശങ്ങളിൽ. ഭൂമിയിൽ വെള്ളത്തിന്റെ 97.2% എങ്ങനെയുള്ള വെള്ളമാണ്? ഉത്തരം ഉപ്പ് കലർന്ന കടൽ വെള്ളം. ഏറ്റവും വലിയ തടാകം? ഉത്തരം കാസ്പിയൻ കടൽ. അറ്റ്ലസ് പർവ്വതനിര എവിടെയാണ്? ഉത്തരം ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം പാമ്പാർ. മുസി നദി, കൊയ്ന നദി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഉത്തരം കൃഷ്ണയുടെ. പാലൂരം, ശ്രീഫലം, വില്വം, ശിവപതി, ശൈലൂഷം, ശിവദ്രുമം എന്ന പേരുകളിൽ അറിയപ്പെടുന്ന മരം? ഉത്തരം കൂവളം. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കുന്നത് ഏത് തേക്ക് മരത്തെയാണ്? ഉത്തരം പറമ്പിക്കുളം സാങ്ച്വറിയിലെ കന്നിമരം. 1924 പ്രളയത്തിനു ശേഷം കേരളത്തിലുണ്ടായ ഭീകരമായ പ്രളയം എന്നായിരുന്നു? ഉത്തരം 2018 ഓഗസ്റ്റ് മാസത്തിൽ. ഭൂമിയെ പൊതുവെ എത്ര മണ്ഡലങ്ങളിലായി തിരിക്കാം? ഉത്തരം 3. ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്. ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം? ഉത്തരം റാഞ്ചി. ഇന്ത്യയിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? ഉത്തരം 47. ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം? ഉത്തരം ഏഞ്ചൽ വെള്ളച്ചാട്ടം. മഴയുണ്ടാക്കാൻ സിൽവർ അയഡൈഡ് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയത് ആരാണ്? അമേരിക്കക്കാരനായ ബെർണാഡ് വെനോഗാഡ്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന കൊടുമുടി? ഉത്തരം മൗണ്ട് K2. കേരളത്തിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കാവുന്ന നദി? ഉത്തരം പെരിയാർ. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്ന് അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്?
ഉത്തരം ബ്രഹ്മപുത്ര. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന മഴക്കാടുകൾ ഏതാണ്? ഉത്തരം ആമസോൺ മഴക്കാടുകൾ. കാട്ടുതീയുടെ സഹായത്തോടെ വിത്ത് പൊട്ടിത്തെറിച്ച് വീണ്ടും മുളയ്ക്കുന്ന സസ്യം? ഉത്തരം ബാങ്ക്സിയ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? ഉത്തരം കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ. പശ്ചിമ പൂർവ്വഘട്ടങ്ങളുടെ സംഗമ സ്ഥലത്തിന്റെ പേര് എന്താണ്? ഉത്തരം നീലഗിരി. ഇംഗ്ലീഷിൽ പക്ഷിപിടുത്തക്കാരൻ ചിലന്തി എന്ന് വിളിക്കുന്നത് ഏതു ചിലന്തിയെയാണ്? ഉത്തരം കടുവ ചിലന്തി. ലോകത്ത് ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം ഇന്ത്യ. പാം ഓയിൽ എന്ന ഭക്ഷ്യ എണ്ണയുടെ സ്രോതസ്സായ വൃക്ഷം ഏതാണ്? ഉത്തരം എണ്ണപ്പന. സിക്കിം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം? ഉത്തരം ചെമ്പൻ പാണ്ട. വനവിസ്തൃതി കൂടിയ രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ 70% ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഇടവപ്പാതയിൽ നിന്ന്. മഞ്ഞ നദി, ചൈനയുടെ ദുഃഖം എന്നെല്ലാം അറിയപ്പെടുന്ന നദി? ഉത്തരം ഹൊയാങ് ഹോ. പമ്പ ഏതെല്ലാം ജില്ലകളിലൂടെ ഒഴുകുന്നു? ഉത്തരം ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട. കേരളത്തിൽ ആകെ എത്ര നദികളാണ് ഉള്ളത്? ഉത്തരം 44. ബ്രഹ്മാവിന്റെ ഇഷ്ടവൃക്ഷമായി പുരാണങ്ങളിൽ പറയുന്നത് ഏത് വൃക്ഷമാണ്? ഉത്തരം പ്ലാഷ്. സാധാരണക്കാരന്റെ മരം എന്നറിയപ്പെടുന്ന മരം? ഉത്തരം പ്ലാവ്. അളകാപുരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി? ഉത്തരം അളകനന്ദ. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്നത് ഏത് ബാക്ടീരിയയാണ്? ഉത്തരം അസറ്റോബാക്ടർ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം റഷ്യ. ശ്രീലങ്കയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഉത്തരം നാങ്ക്. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രത കൂടിയ ഭാഗം ഏതാണ്? ഉത്തരം അകക്കാമ്പ്. കെമു എന്ന കൊടുമുടിക്ക് K2 എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം 1856 ബ്രിട്ടീഷുകാരനായ TG മോണ്ട് ഹോമറി. തൂതപ്പുഴ, കുന്തിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ എന്നിവ ഏതു നദിയുടെ പോഷക നദികളാണ്? ഉത്തരം ഭാരതപ്പുഴയുടെ. തുംഗഭദ്ര, ഭീമ എന്നിവ ഏതു നദിയുടെ പോഷക നദികളാണ്? ഉത്തരം കൃഷ്ണ. കൃഷ്ണൻ കുട്ടിക്കാലത്ത് വെണ്ണയും തൈരും മോഷ്ടിച്ചിരുന്നത് ഈ വൃക്ഷത്തിന്റെ ഇലക്കൊമ്പിൽ കുത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഏതാണ് ഈ വൃക്ഷം? ഉത്തരം കൃഷ്ണനാൽ. ഏത് പോഷകത്തിന്റെ അഭാവമാണ് ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ കണ്ടുവരുന്നത്? ഉത്തരം നൈട്രജൻ. ഭൂവൽക്കത്തിനെയും മാൻഡിനെയും വേർതിരിക്കുന്ന അതിർത്തി വരമ്പ് ഏതാണ്? ഉത്തരം മൊഹറോവിക് വിച്ഛിന്നത. അന്താരാഷ്ട്ര മണ്ണ് വർഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഉത്തരം ആരോഗ്യമുള്ള ജീവന് ആരോഗ്യമുള്ള മണ്ണ്. ഇന്ത്യയിൽ പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിക്കാൻ സഹായിച്ച മലയാളിയായ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം CK കരുണാകരൻ IFS. ത്രിഗന്ധിക എന്നറിയപ്പെടുന്ന സസ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ചന്ദനം, അകിൽ, രക്തചന്ദനം. 2006 യുനെസ്കോയുടെ ഇന്റർനാഷണൽ പ്രോഗ്രാം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പുരസ്കാരം ലഭിച്ച മലയാള മനോരമയുടെ പദ്ധതി ഏതാണ്? ഉത്തരം പലതുള്ളി. അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ഒരുമിച്ച് കാണുവാൻ സാധിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഇസാറു കൊടുമുടിയിൽ കയറി നിന്നാൽ. പമ്പ ഏത് കായലിലാണ് പതിക്കുന്നത്? ഉത്തരം വേമ്പനാട്ട് കായൽ. കർണാടകയിലെ കുടകിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം കാവേരി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴക്കാടുകളുള്ള രാജ്യം? ഉത്തരം ബ്രസീൽ. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഏഷ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ക്ഷാരഗുണമോ അമ്ലഗുണമോ ഇല്ലാത്ത പദാർത്ഥം? ഉത്തരം ശുദ്ധജലം. നവധാന്യങ്ങൾ ഏതെല്ലാമാണ്?
ഉത്തരം നെല്ല്, ഗോതമ്പ്, തുവര, ചെറുപയർ, മുതിര, കടല, ഉഴുന്ന്, എള്ള്, യവം. യൂട്രോഫിക്കേഷൻ എന്നാൽ എന്താണ്? ഉത്തരം ജലജന്തു ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന പ്രക്രിയ. റബ്ബറിന്റെ വ്യാവസായിക മൂല്യം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ചാൾസ് ഗുഡിയർ. ജലത്തിന്റെ മൂന്ന് അവസ്ഥകൾ ഏതെല്ലാം? ഉത്തരം ഖരം, ദ്രാവകം, വാതകം. ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യം ഏതാണ്? ഉത്തരം വത്തിക്കാൻ. ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? ഉത്തരം കെമു. പാമ്പാർ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലെ ആനമുടി കുന്നുകളിൽ. ആമസോൺ പതിക്കുന്നത് എവിടെയാണ്? ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ചെന്തുരുണി എന്ന വൃക്ഷം ലോകത്ത് ഒരിടത്തും മാത്രമേ കാണപ്പെടുന്നുള്ളൂ. എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല ഭാഗത്ത്. വനഭൂമിയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് എത്രാം സ്ഥാനത്താണ്? ഉത്തരം 10. ജലത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം? ഉത്തരം മഴവെള്ളം. ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പിനാവശ്യമായ വിഭവങ്ങളുടെ ഉറവിടങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം സ്ഥലമണ്ഡലം, ജലമണ്ഡലം, അന്തരീക്ഷം, ജീവമണ്ഡലം. വ്യക്തമായ അന്തരീക്ഷമുള്ള ഏക ഗ്രഹം ഏതാണ്? ഉത്തരം ഭൂമി. ലോകത്ത് ഏറ്റവും അധികം പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം അമേരിക്ക. ആദ്യമായി മിനറൽ വാട്ടർ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ വില്യം ബ്രൗൺ റിംഗ്. ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം നൈൽ. ഇടവപ്പാതി ഏത് മാസത്തിലാണ് എത്തുന്നത്? ഉത്തരം ജൂൺ ആദ്യവാരം മുതൽ സെപ്റ്റംബർ വരെ. അന്നപൂർണ കൊടുമുടി കീഴടക്കിയത് ആരാണ്? ഉത്തരം 1980 മോറിസ് ഹോർസോഗിന്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് പർവ്വതാരോഹകൻ. കുറുവ ദ്വീപ്, ബാണാസുര സാഗർ ഡാം ഇവ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കബനി. മൈസൂർ, ശ്രീരംഗപട്ടണം, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ, ഹൊഗനക്കൽ എന്നീ പട്ടണങ്ങൾ ഏത് നദീതീരത്താണ്? ഉത്തരം കാവേരി. ഫക്രാനങ്കൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സത്ലജ്. ആയുസിൽ ഒരിക്കൽ മാത്രം പോകുകയും അതേ തുടർന്ന് നശിക്കുകയും ചെയ്ത മരം? ഉത്തരം കുടപ്പന. പ്രകൃതിദത്തമായ ചോക്ലേറ്റ് ഏത് സസ്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്? ഉത്തരം കൊക്കോ ചെടിയുടെ വിത്തിൽ നിന്ന്. ഇന്ത്യയുടെ വാട്ടർമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം രാജേന്ദ്ര സിംഗ്. ഭൂമിയിലെ അക്ഷാംശ രേഖകളെ അടിസ്ഥാനമാക്കി എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, ശൈത്യമേഖല. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള പടലം ഏതാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നടക്കുന്ന നഗരം? ഉത്തരം ടോക്കിയോ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ബോർ. പാലസ്തീന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ഉത്തരം ഒലിവ്. ഇന്ത്യയിൽ കണ്ടുവരുന്ന വിഷപ്പാമ്പുകളിൽ ഏറ്റവും നീളം കൂടിയത് ഏതിനാണ്? ഉത്തരം രാജവെമ്പാല. കേരളത്തിലെ കാലാവസ്ഥയെപ്പറ്റി വിവരിക്കുന്ന ഗ്രീക്ക് സഞ്ചാരി രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം പെരിപ്ലസ് ഓഫ് ദി എർത്രേനിയൻ സീ. കമ്മ്യൂണിസം എന്ന പർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാമീർ പർവ്വത നിരകളിൽ. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി? ഉത്തരം കബനി. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? ഉത്തരം നെയ്യാർ. ടിബറ്റിൽ ബ്രഹ്മപുത്ര ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സാങ്പോ. ഹരിപ്രിയ എന്നറിയപ്പെടുന്ന വൃക്ഷം? ഉത്തരം കടമ്പ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല? ഉത്തരം കണ്ണൂർ. 2015 സ്റ്റോക്ക്ഹോം ജല പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം രാജേന്ദ്ര സിംഗിനെ. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? ഉത്തരം ശാന്ത സമുദ്രത്തിലെ മരിയാന ട്രെഞ്ച്. ഭൂമിയുടെ ധ്രുവ ചുറ്റളവ് എത്രയാണ്? ഉത്തരം 4,80,000 കിലോമീറ്റർ.
ജീവജാലങ്ങളുടെയും അവയുടെ ചുറ്റുപാടുകളെയും അവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം ഇക്കോളജി. ബൾഗേറിയയുടെ ദേശീയ പുഷ്പം ഏത്? ഉത്തരം റോസ്. ഭൂമിയിലെ ആകെ ജലത്തിന്റെ എത്ര ശതമാനം സമുദ്രത്തിലുണ്ട്? ഉത്തരം 97%. മഞ്ഞുപുലിയെ ഔദ്യോഗിക മൃഗമാക്കിയിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ് അഥവാ കോഴിപ്പാമ്പ്. മഴവില്ല് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഉത്തരം അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്ന പ്രകീർണനം കൊണ്ട്. ദേനാലി കീഴടക്കിയത് ആരാണ്? ഉത്തരം 1913 ഹഡ്സ്റ്റൺ സ്റ്റക്കും കൂട്ടരും. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം കൃഷ്ണ. ആലുവ, മലയാറ്റൂർ, തേക്കടി, തട്ടേക്കാട് എന്നിവ ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം പെരിയാറിന്റെ. കൃഷ്ണയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഉത്തരം തുംഗഭദ്ര. സലം നദി ഒഴുകിയെത്തുന്നത് കാശ്മീരിലെ ഏത് തടാകത്തിലേക്കാണ്? ഉത്തരം വൂളാർ. ബോധിവൃക്ഷം, തത്വവൃക്ഷം, ദൈവവൃക്ഷം, ഋതുപാതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വൃക്ഷം? ഉത്തരം അരയാൽ. ലോകത്തെ പ്രധാന കണ്ടൽ വനങ്ങളിലൊന്ന് പശ്ചിമ ബംഗാളിലാണ്. എന്താണത്? ഉത്തരം സുന്ദർബൻസ്. ഭൂമിയുടെ പ്രായം ഉദ്ദേശം എത്രയായി കരുതപ്പെടുന്നു? ഉത്തരം ഏകദേശം 457 കോടി വർഷം. ഇന്ത്യയിൽ മെജസ്റ്റിക് കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം പശ്ചിമഘട്ടത്തിൽ. സൂര്യനെ ഒരു പ്രാവശ്യം പരിക്രമണം ചെയ്യാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 365 ദിവസം 6 മണിക്കൂർ 9 മിനിറ്റ് 9 സെക്കൻഡ്. തായ്ലാൻഡിന്റെ ദേശീയ വൃക്ഷം ഏതാണ്? ഉത്തരം കണിക്കൊന്ന. സമുദ്രത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഡിസ്റ്റിലേഷൻ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം? ഉത്തരം ഓസ്ട്രേലിയ. മഴ പെയ്യിക്കാനായി എല്ലാ വർഷവും സംഗീതയജ്ഞം നടത്തുന്നത് ഏത് നഗരത്തിലാണ്? ഉത്തരം ചെന്നൈ. ഷിംബോറോസോ കീഴടക്കിയത് ആരാണ്? ഉത്തരം 1880 യൂറോപ്പുകാരനായ ജീൻ കാരലും സഹോദരൻ ലൂയി കാരലും. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം നൈൽ. പാത്രക്കടവ് ജലവൈദ്യുതി വിഭാവനം ചെയ്തിരുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കുന്തിപ്പുഴ. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജൂലി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആസാം. ഏതിനം വനങ്ങളുടെ ക്രമപ്പെടുത്തലിനാണ് കാട്ടുതീ നിർണായകമായ പങ്ക് വഹിക്കുന്നത്? ഉത്തരം ചോലവനങ്ങൾ. വനവൽക്കരണ രംഗത്ത് നൽകുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണം എത്രയാണ്? ഉത്തരം 51 കോടി ചതുരശ്ര കിലോമീറ്റർ. ത്രിഫലയിൽ ഏതെല്ലാം ഉണ്ട്? ഉത്തരം കടുക്ക, നെല്ലിക്ക, താന്നിക്ക. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ വാതകം ഏതാണ്? ഉത്തരം ആർഗൺ. കൃത്രിമ രാസവളങ്ങളിലെ മലിനീകാരിയായ ഘടകം ഏതാണ്? ഉത്തരം നൈട്രേറ്റുകൾ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. ജലം നിറച്ച പാത്രങ്ങൾ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിന്റെ പേര് എന്താണ്? ഉത്തരം ജലതരംഗം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം അലുമിനിയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തരം എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. എവിടെയാണ് അപ്പലേച്ചിയൻ പർവ്വതനിര? ഉത്തരം വടക്കേ അമേരിക്കയിൽ. കർണാടകയിലെ നാഗർഹോള നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഉത്തരം കബനിയുടെ. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം പെരിയാർ. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം തീസ്ക.
ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏതൊക്കെ രാജ്യങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇന്ത്യയും ബംഗ്ലാദേശും. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനം വനമാണ്? ഉത്തരം 29.1%. അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാഗവും കാണപ്പെടുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്നും എത്ര കിലോമീറ്ററിനുള്ളിലാണ്? ഉത്തരം 11 കിലോമീറ്റർ. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ്? ഉത്തരം എവറസ്റ്റ് കൊടുമുടി. ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 1.3 സെക്കൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യം ഏതാണ്? ഉത്തരം തിമിംഗല സ്രാവുകൾ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? ഉത്തരം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. മുകളിലേക്ക് വലിഞ്ഞു കയറാനുള്ള ജലത്തിന്റെ കഴിവിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നിശാശലഭം ഏതാണ്? ഉത്തരം ധാന്യശലഭം. മഴമരം എന്ന മരം ഏത് രാജ്യത്താണ് ഉള്ളത്? ഉത്തരം ജമൈക്ക. അന്റാർട്ടിക്കയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം വിൻസൺ മാസീവ്. ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. കൃഷ്ണ നദി ഏത് ഉൾക്കടലിലാണ് പതിക്കുന്നത്? ഉത്തരം ബംഗാൾ ഉൾക്കടലിൽ. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന എലിപ്പയുടെ സംസ്കൃത നാമം എന്താണ്? ഉത്തരം മധുഗഹ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങൾ ഏതാണ്? ഉത്തരം മഴക്കാടുകൾ. ഭൂമിയുടെ അന്തരീക്ഷത്തെ പ്രധാനമായും എത്രയായി തിരിക്കാം? ഉത്തരം 5. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനം ഏതാണ്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ഉത്തരം അലുമിനിയം സൾഫേറ്റ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഉത്തരം എക്കൽ മണ്ണ്. ന്യൂസിലാൻഡിന്റെ ദേശീയ ഫലം ഏത്? ഉത്തരം കിവിപ്പഴം. പ്രകൃതിയുടെ സ്വന്തം ദാർശനികർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ ജീവശാസ്ത്രജ്ഞനും പ്രകൃതി സ്നേഹിയും ആരാണ്? ഉത്തരം ജോൺ മ്യൂർ. ഏറ്റവും ഉയരമുള്ള പർവ്വതനിര? ഉത്തരം ഹിമാലയം. ന്യൂനമർദ്ദത്തിന് കാരണം എന്താണ്? ഉത്തരം ചൂടുവായുവും തണുത്തുവായുവും തമ്മിലുള്ള മർദ്ദവ്യത്യാസം. ഇങ്ങനെയുണ്ടാകുന്ന മഴ ന്യൂനമർദ്ദമഴ എന്ന് അറിയപ്പെടുന്നു. കേറ്റു കീഴടക്കുന്ന ആദ്യ വനിത? ഉത്തരം ഫ്രാൻസിൽ നിന്നുള്ള ലില്ലിയൻ ബാരാൾഡ്. നദികൾക്കിടയിലെ നാട് എന്നറിയപ്പെടുന്നത്? ഉത്തരം മെസപ്പൊട്ടോമിയ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാറിലും പോഷക നദികളിലും. ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം പശ്ചിമഘട്ടത്തിലെ നാസിക്കിന് സമീപത്ത് നിന്ന്. വിലപിടിപ്പുള്ള തടികൾ, തേക്ക് തുടങ്ങിയവ മുറിക്കുന്നതിന് നിരോധനം കൊണ്ടുവരാൻ തിരുവിതാംകൂർ രാജാവ് നിയമം കൊണ്ടുവന്നത് എന്നാണ്? ഉത്തരം 1835. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഏതാണ്? ഉത്തരം ആമസോൺ മഴക്കാടുകൾ. ട്രോപ്പോസ്ഫിയറിൽ പരമാവധി എത്ര കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നു? ഉത്തരം 50 കിലോമീറ്റർ. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്ന ലോഹധാതു ഏതാണ്? ഉത്തരം ഇരുമ്പ്. വടക്കേ ഇന്ത്യയിൽ വീശുന്ന ചൂടുകാറ്റിന്റെ പേര്? ഉത്തരം കാൽ ബൈശാഖി. ഇക്കോ ഫെമിനിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ഫ്രാങ്കോയിസ് ദ ഇയോബോണിയ. പെറുവിന്റെ ദേശീയ വൃക്ഷം ഏതാണ്? ഉത്തരം സിങ്കോണ. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം കസ്തൂരിമാൻ. ബീഹാറിന്റെയും ഗോവയുടെയും ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം കാട്ടുപോത്ത്. മാൻഡലിന് തൊട്ടു താഴെയുള്ള ഭാഗം ഏതാണ്? ഉത്തരം കാമ്പ്.
കേരളത്തിലെ ആദ്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ആദ്യ കാലാവസ്ഥാ പ്രവചനം ആരംഭിച്ചത് എന്നു മുതലാണ്? ഉത്തരം 1963 മുതൽ. ഓക്സിജൻ ഇല്ലാതെ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് ആരാണ്? ഉത്തരം റീൻഹോൾഡ് മസ്നർ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം വോൾഗ. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴ. മധ്യപ്രദേശിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി? ഉത്തരം താപ്തി. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ചത്തതോ വേട്ടയാടപ്പെടുന്നതോ ആയ ജീവികളുടെ മാംസം, തോൽ, കൊമ്പ്, ഇതുകൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ തുടങ്ങിയവ ആരുടെ സ്വത്തായാണ് കണക്കാക്കുന്നത്? ഉത്തരം സർക്കാരിന്റെ. ഭൂമിയിലെ 2/3 ഭാഗവും സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവയുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ ജൈവ വൈവിധ്യത്തിന് ഏറ്റവും പേരുകേട്ടത് ഏത് വനങ്ങളാണ്? ഉത്തരം ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഏത് മരത്തിന്റെ തടി കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കുന്നത്? ഉത്തരം വില്ലോ. ഓസോൺ ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം 15 മുതൽ 30 കിലോമീറ്റർ ഉയരത്തിൽ. ആയാന്തര ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞു രൂപമെടുക്കുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം ചെമ്മണ്ണ്. എന്താണ് സിയാൽ? ഉത്തരം സിലിക്കൺ, അലുമിനിയം എന്നിവ ചേർന്നുള്ള കരഭാഗം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉരകം ഏതാണ്? ഉത്തരം ഉപ്പുജല ചീങ്കണ്ണി. എന്നാണ് മരുഭൂവൽക്കരണ വിരുദ്ധ ദിനം? ഉത്തരം ജൂൺ 17. ഭാരതത്തിലുള്ള ഏക ആൾക്കുരങ്ങ് വർഗം ഏതാണ്? ഉത്തരം ഹൂളോ ഗിബൺ. മാലിദ്വീപുകളുടെ ദേശീയ വൃക്ഷം ഏത്? ഉത്തരം തെങ്ങ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം? ഉത്തരം ഇന്ത്യ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഉത്തരം സുപ്പീരിയർ തടാകം. എവറസ്റ്റിനെ ടിബറ്റ്, നേപ്പാൾ അതിർത്തിയിലുള്ളവർ വിളിക്കുന്ന പേര്? ഉത്തരം സാഗരമാത. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി? ഉത്തരം ആനമുടി. കബനി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഉത്തരം വയനാട്ടിലെ പക്രംതളം കുന്നുകളിൽ നിന്നും. അരുവിപ്പുറം ഏത് നദീതീരത്താണ്? ഉത്തരം നെയ്യാറിന്റെ. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം കൃഷ്ണ. കാട്ടാന സംരക്ഷണ നിയമം ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാണ്? ഉത്തരം 1879. ഇന്ത്യൻ തോട്ട വ്യവസായത്തിന്റെ പിതാവ്? ഉത്തരം ജെ മർഫി. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി? ഉത്തരം ഭഗീരഥി. വനപരിരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഉത്തരം 1980. കാറ്റാടി മരത്തിന്റെ ജന്മദേശം? ഉത്തരം ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്കുമരം കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തരം നിലമ്പൂർ. ആദ്യമായി കൃത്രിമ മാർഗത്തിലൂടെ ജലം നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് പ്രീസ്ലി. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം? ഉത്തരം 2012. അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം എന്താണ്? ഉത്തരം നൈട്രജൻ. പരിസ്ഥിതിയെയും അതിന്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിനുപയോഗിക്കുന്ന നിറം? ഉത്തരം പച്ച. ഓസോൺ കവചത്തെ കണ്ടെത്തിയത് ഏത് വർഷമാണ്? ഉത്തരം 1913. ഭാരത സർക്കാർ ദേശീയ ജലവർഷമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2007. ഹാംഗാൾ ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണ്? ഉത്തരം കാശ്മീരിന്റെ. ഇണചേരാതെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. കേരളത്തിൽ ഏറ്റവും ആദ്യമുണ്ടായ വലിയ വെള്ളപ്പൊക്കം ഏതാണ്? ഉത്തരം മലയാള വർഷം 1999 വെള്ളപ്പൊക്കം. വലിപ്പത്തിന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്തുള്ള കൊടുമുടി ഏതാണ്? ഉത്തരം കാഞ്ചൻജംഗ.
ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിൽ. ഭവാനി പ്രധാനമായും ഏത് സംസ്ഥാനത്തു കൂടിയാണ് ഒഴുകുന്നത്? ഉത്തരം തമിഴ്നാട്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി? ഉത്തരം കുറ്റ്യാടിപ്പുഴ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ്? ഉത്തരം താപ്തി. വെജിറ്റബിൾ ഹമ്മിങ് ബേർഡ് എന്നറിയപ്പെടുന്ന സസ്യം? ഉത്തരം അഗസ്ത്യമരം. സർദാർ സരോവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഉത്തരം മേധാ പട്കർ. ജനസംഖ്യ കൂടിയ ഭൂഖണ്ഡം? ഉത്തരം ഏഷ്യ. അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം ഓസ്ട്രേലിയ. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഉത്തരം പാമീർ പർവ്വതനിര. പശ്ചിമഘട്ടത്തിലെ ശിരുവാണി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം ഭവാനി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. വനങ്ങളിലുള്ള വിലപിടിപ്പുള്ള മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊതുവായ വനസംരക്ഷണ നിയമം ആദ്യമായി നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1865. ലോകത്ത് ഏറ്റവും അധികം വനഭൂമിയുള്ള രാജ്യം? ഉത്തരം റഷ്യ. ഭൂമിക്ക് ചുറ്റും ഓക്സിജൻ സമൃദ്ധമായ അന്തരീക്ഷം രൂപം കൊണ്ടത് ഏകദേശം എത്ര വർഷമായി? ഉത്തരം 180 കോടി വർഷം. സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിലാണ് ചുവന്ന മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നത്? ഉത്തരം ചൊവ്വ. വേടൻ ഏത് പക്ഷിയെ അമ്പെയ്യുന്നത് കണ്ടിട്ടാണ് വാൽമീകി മാ നിഷാദ എന്ന് തുടങ്ങുന്ന ശ്ലോകം രചിച്ചത്? ഉത്തരം സാരസക്കൊക്കുകളെ. ആൽപ്സ് പർവ്വതങ്ങളിൽ വീശുന്ന തണുത്ത കാറ്റിന്റെ പേര്? ഉത്തരം മിസ്ട്രൽ. സമുദ്രനിരപ്പിൽ നിന്നും കരയുടെ ശരാശരി ഉയരം എത്രയാണ്? ഉത്തരം 756 മീറ്റർ. ഹരിതാലയ പ്രഭാവം എന്ന പ്രതിഭാസത്തിന് കാരണം ഏത് വാതകമാണ്? ഉത്തരം കാർബൺ മോണോക്സൈഡ്. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം? ഉത്തരം സൾഫർ ഡൈ ഓക്സൈഡ്. രാസപരമായി ജലം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡൈഹൈഡ്രജൻ ഓക്സൈഡ്. ഏറ്റവും വലിയ മരുഭൂമി? ഉത്തരം സഹാറ. ചേസിംഗ് ദ മൺസൂൺ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ ഫ്രേറ്റർ. എവറസ്റ്റ് ഒറ്റയ്ക്ക് കീഴടക്കിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം റീൻഹോൾഡ് മസ്നർ. ഭവാനി പതിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കാവേരി. ഗംഗയും ഗോദാവരിയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം കൃഷ്ണ. മദ്രാസ് ആന സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1873. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. ആൽപ്സിൽ വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ പേര്? ഉത്തരം ഫൊൻ. ഭൂമിയുടെ ഭ്രമണപ്രവേഗം എത്രയാണ്? ഉത്തരം മണിക്കൂറിൽ 1674 കിലോമീറ്റർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള ആവരണം ഏതാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ഏകദേശം 12 കിലോമീറ്റർ ഉയരം വരെ ശക്തമായ നിലയിൽ ട്രോപ്പോസ്ഫിയർ കാണപ്പെടുന്നു. ലോകത്ത് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? ഉത്തരം 3. ഹരിയാന, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം കൃഷ്ണമൃഗം. രാമായണത്തിലെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ ഏതു വൃക്ഷച്ചുവട്ടിലാണ് രാവണൻ പാർപ്പിച്ചിരുന്നത്? ഉത്തരം ശിംഷിപ വൃക്ഷച്ചുവട്ടിൽ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഇടവപ്പാതി കാലവർഷം. ജപ്പാനിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം? ഉത്തരം മൗണ്ട് ഫ്യൂജി. നൈൽ നദി എവിടെയാണ് പതിക്കുന്നത്? ഉത്തരം മെഡിറ്ററേനിയൻ കടലിൽ. കോയമ്പത്തൂർ നഗരത്തിൽ ജലമെത്തിക്കുന്നത് ഏത് അണക്കെട്ടിൽ നിന്നാണ്?
ഉത്തരം ശിരുവാണി അണക്കെട്ട്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം 2008. കലിദ്രുമം എന്ന് വിളിക്കപ്പെടുന്ന വൃക്ഷം. ഉത്തരം താന്നി. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം അലഹബാദിൽ വെച്ച്. റോക്കി പർവ്വതനിരകളിലടിക്കുന്ന ഉഷ്ണക്കാറ്റിന്റെ പേര്? ഉത്തരം ചിനൂക്. ഭൗമ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? ഉത്തരം 14 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള പക്ഷി ഏതാണ്? ഉത്തരം സാരസക്കൊക്ക്. രക്തം കുടിക്കുന്ന സസ്തനി ഏതാണ്? ഉത്തരം വാമ്പയർ വവ്വാലുകൾ. പശ്ചിമഘട്ടത്തിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? ഉത്തരം 9. ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം ജലമുണ്ട്? ഉത്തരം 67 മുതൽ 70%. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. മഴമേഘങ്ങൾ കാണപ്പെടുന്ന ഏകദേശം ഉയരം എത്രയാണ്? ഉത്തരം 1200 മീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പർവ്വതമായി അറിയപ്പെടുന്നത് ഏത് പർവ്വതമാണ്? ഉത്തരം രാജസ്ഥാനിലെ ആരവല്ലി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം പമ്പ. നാസിക് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഉത്തരം ഗോദാവരി. കേരളത്തിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1972. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം മിസോറാം. ചിനൂക് എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം മഞ്ഞു തിന്നുന്നവൻ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ലൂ. ഭൂമിയെ സ്വന്തം അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 23 മണിക്കൂർ 56 മിനിറ്റ് 4.09 സെക്കൻഡ്. 1971 ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പരിസ്ഥിതി മർദ്ദ സംഘടന ഏതാണ്? ഉത്തരം ഫ്രണ്ട്സ് ഓഫ് ദി എർത്ത്. ഇന്ത്യയിലെ വനവിഭവങ്ങളുടെ കണക്കെടുപ്പും പഠനവും നടത്തുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ജീവന്റെ തുടക്കം ഏതിലാണെന്നാണ് കരുതപ്പെടുന്നത്? ഉത്തരം ജലത്തിൽ നിന്ന്. ഇന്ത്യയിൽ പെരുമ്പാമ്പിനെ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ മേഖലയിൽ. പുതുമഴയ്ക്ക് പ്രത്യേക ഗന്ധമുണ്ട്, എന്താണ് അതിന് കാരണം? ഉത്തരം മണ്ണിലുള്ള സ്ട്രെപ്റ്റോമൈസൈറ്റ് എന്ന ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന രാസവസ്തുക്കൾ. എവറസ്റ്റ് ഒറ്റയ്ക്ക് കീഴടക്കിയ ആദ്യ വനിത? ഉത്തരം ആലിസൺ ഹാർഗ്രീവ്സ്. കാരാപ്പുഴ ജലസേചന പദ്ധതി ഏത് നദിയുടെ പോഷക നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കബനിയുടെ. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് ഗ്രാൻഡ് അണക്കെട്ടാണ്. ഇത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാവേരി. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഉത്തരം സത്ലജ്. ഇന്ത്യൻ ചെറി എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? ഉത്തരം ഞാവൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഗംഗ. ഇറ്റലിയിലെ മുന്തിരി പാകമാകാൻ സഹായിക്കുന്ന കാറ്റ്? ഉത്തരം ഫോൻ. എന്താണ് കാലികവാതങ്ങൾ? ഋതുഭേദങ്ങൾക്കനുസൃതമായി ദിശ മാറി വീശുന്ന കാറ്റുകളാണ് കാലികവാതങ്ങൾ. മൺസൂൺ കാറ്റുകളാണിതിൽ പ്രധാനം. ഭൂമിയുടെ ഭൂമധ്യരേഖ ചുറ്റളവ് എത്രയാണ്? ഉത്തരം 40,075.16 കിലോമീറ്റർ. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും യോജിച്ച മണ്ണ്? ഉത്തരം പീറ്റ് മണ്ണ്. അലക്സാണ്ടർ ചക്രവർത്തിയെ വിസ്മയിപ്പിച്ച പുൽവർഗ സസ്യം ഏതാണ്? ഉത്തരം കരിമ്പ്. പ്രകൃതി കൃഷിയുടെ പ്രയോക്താവും പ്രചാരകനുമായി വാഴ്ത്തപ്പെടുന്ന ജപ്പാൻകാരനായ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. ഏറ്റവും ഉയരമുള്ള കൊടുമുടി? ഉത്തരം എവറസ്റ്റ്. ലോകത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുന്ന രാജ്യം? ഉത്തരം ബ്രസീൽ.
യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഉത്തരം ആൽപ്സ്. പാമ്പാർ ഏത് നദിയിൽ പതിക്കുന്നു? ഉത്തരം ഇടുക്കിയിലൂടെ ഒഴുകി വരുന്ന കാവേരി നദിയിൽ പതിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാറിൽ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി? ഉത്തരം നർമ്മദ. കാട്ടാന സംരക്ഷണത്തിന് പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്ന നിയമം? ഉത്തരം 1829 വന നിയമം. ലോക വനഭൂമിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്? ഉത്തരം 1.7%. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കാശ്മീർ. കടപ്ലാവിന്റെ ജന്മദേശം? ഉത്തരം മലേഷ്യ. കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം? ഉത്തരം തേക്ക്. കടൽക്കാറ്റും കരക്കാറ്റും എന്താണ്? ഉത്തരം പകൽ സമയങ്ങളിൽ കര പെട്ടെന്ന് ചൂടുപിടിച്ച് നിമ്നമർദ്ദ മേഖലയാകുമ്പോൾ കടലിൽ നിന്നും കാറ്റടിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്. രാത്രി കര പെട്ടെന്ന് തണുക്കുന്നതിനാൽ ഉച്ചമർദ്ദ മേഖലയാകുന്നു. അപ്പോൾ കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ്. എന്താണ് അസ്ഥിരവാദങ്ങൾ? ഉത്തരം പെട്ടെന്ന് സൃഷ്ടിക്കപ്പെടുന്ന ഉച്ചനിമ്ന മർദ്ദങ്ങളുടെ ഫലമായാണ് അസ്ഥിരവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇവയെ രണ്ടായി തിരിക്കാറുണ്ട്: ചക്രവാതമെന്നും പ്രതിചക്രവാതമെന്നും. ഭൂമിയുടെ ധ്രുവവ്യാസം എത്രയാണ്? ഉത്തരം 12,713.54 കിലോമീറ്റർ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന പദാർത്ഥം? ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. മെക്സിക്കോയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഉത്തരം ഡാലിയ. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ശുദ്ധജല വർഷമായി ആചരിച്ചത് എന്നായിരുന്നു? ഉത്തരം 2003. ഏറ്റവും വലിയ നദി? ഉത്തരം ആമസോൺ. കടൽ തീരം കൂടിയ രാജ്യം ഏതാണ്? ഉത്തരം കാനഡ. ഇന്ത്യക്കാർ ഗൗരീശങ്കരം എന്ന് വിളിക്കുന്ന കൊടുമുടി ഏതാണ്? ഉത്തരം എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര? ഉത്തരം ഹിമാലയം. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം പാമ്പാറിൽ. ആമസോൺ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതത്തിൽ നിന്ന്. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഉത്തരം ഹർമാട്ടൻ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലാണ് ഇത് അനുഭവപ്പെടുന്നത്. സ്ഥിരവാദങ്ങൾ എത്ര തരം ഏതെല്ലാം? ഉത്തരം 3 തരം: വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം കുമ്മായം. ഇക്കോ ഫെമിനിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏത് പുസ്തകത്തിലാണ്? ഉത്തരം ലേ ഫെമിനിസ്മി ഓൺ ലാ മാർ. ചുഴലിക്കാറ്റുകളെ വേഗത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു? ഉത്തരം 5. കാറ്റഗറി 1 മണിക്കൂറിൽ 119 മുതൽ 153 കിലോമീറ്റർ വേഗവും കാറ്റഗറി 2 മണിക്കൂറിൽ 153 മുതൽ 180 കിലോമീറ്റർ വേഗവും കാറ്റഗറി 3 മണിക്കൂറിൽ 180 മുതൽ 210 കിലോമീറ്റർ വേഗവും കാറ്റഗറി 4 മണിക്കൂറിൽ 210 മുതൽ 250 കിലോമീറ്റർ വേഗവും കാറ്റഗറി 5 മണിക്കൂറിൽ 250 കിലോമീറ്ററിലുമധികം വേഗം. ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം നടപ്പിലാക്കിയത് എവിടെയാണ്? ഉത്തരം കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. 2001 ഒക്ടോബർ 15 ഇത് നിലവിൽ വന്നത്. എന്താണ് NTCA? ഉത്തരം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ്? ഉത്തരം ഗരുഡശലഭം. കൃത്രിമമായി മഴ പെയ്യിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്ന തണുത്തുറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്, സിൽവർ അയഡൈഡ് എന്ന രാസവസ്തുവിന്റെ തരികൾ എന്നിവ വിമാനങ്ങളിൽ കൊണ്ടുപോയി മേഘങ്ങളിൽ വിതറും. ഇതിനെ ക്ലൗഡ് സീഡിംഗ് എന്നാണ് പറയുന്നത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അമേരിക്കൻ വനിത? ഉത്തരം സ്റ്റാസി ആലിസൺ. വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്?
ഉത്തരം സാംബസി. മുല്ലപ്പെരിയാർ ഡാം പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1895. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം നർമ്മദ. തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ചപ്പോൾ തിരുക്കൊച്ചി വന നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഉത്തരം 1951. വന നശീകരണ ഭീഷണി ഏറ്റവും അധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ രാജ്യം? ഉത്തരം ഇന്തോനേഷ്യ. ഭഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നുണ്ടാകുന്ന നദി ഏതാണ്? ഉത്തരം ഗംഗ. കേരളത്തിൽ വിസ്തീർണമനുസരിച്ച് ഏറ്റവും കൂടുതൽ കാടുള്ളത് എവിടെയാണ്? ഉത്തരം ഇടുക്കി. മിയാമി എവിടത്തെ ഉഷ്ണവാതമാണ്? ഉത്തരം ചൈന. കാറ്റുകളെ പ്രധാനമായും തരം തിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം സ്ഥിരവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനമായി അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഉത്തരം എക്കൽ മണ്ണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന 2 രാസവളങ്ങൾ? ഉത്തരം യൂറിയ, അമോണിയം സൾഫേറ്റ്. അൺലെഡഡ് പെട്രോളിലുള്ള ഏത് ഘടകമാണ് അർബുദത്തിന് കാരണമാകുന്നത്? ഉത്തരം ബെൻസീൻ. പെലിക്കൺ എന്ന വലിയ നീർപ്പറവയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഇന്ദുചൂടൻ. ജലത്തിന്റെ ഘടന കണ്ടെത്തിയത് ആരാണ്? ഉത്തരം 1783 ഹെൻറി കാവൻഡിഷ്. ഇന്ത്യയിൽ ആനകൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടകം. കേരളത്തിൽ ഏകദേശം എത്ര മില്ലിമീറ്ററോളം മഴ ലഭിക്കുന്നു? ഉത്തരം 3107.5 മില്ലിമീറ്റർ. മനുഷ്യൻ കേറ്റു കീഴടക്കിയത് എന്നാണ്? ഉത്തരം 1954. എവറസ്റ്റിന്റെ നെറുകയിലെത്തിയ അന്ധനായ വ്യക്തി ആരാണ്? ഉത്തരം എറിക് വെയിൻ മോയ്. നിളയുടെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം MT വാസുദേവൻ നായർ. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ആമസോൺ. ഗംഗയുടെ ഏത് കൈവഴിയുടെ തീരത്താണ് കൊൽക്കത്ത നഗരം? ഉത്തരം ഹൂഗ്ലി. വൃക്ഷങ്ങളെ കുള്ളന്മാരായി വളർത്തുന്ന വിദ്യ ഏതാണ്? ഉത്തരം ബോൺസായി. കൽപ്പന 1 ഇന്ത്യയുടെ ഉപഗ്രഹമാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഉപഗ്രഹം അയച്ചത്? ഉത്തരം കാലാവസ്ഥാ നിരീക്ഷണം. എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കയറിയ വ്യക്തി? ഉത്തരം ഷെർപ്പ ആൻഗ്രീത്ത്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം യാങ്സി. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെപ്പറ്റി പഠിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ജസ്റ്റിസ് AS ആനന്ദ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഗോദാവരി. സംസ്കൃതത്തിൽ വിഷദ്രുമ എന്നറിയപ്പെടുന്ന മരം ഏതാണ്? ഉത്തരം കാഞ്ഞിരം. കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവിന്റെ ജന്മദേശം? ഉത്തരം ബ്രസീൽ. കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം പശ്ചിമഘട്ട മലനിരകൾ. എന്താണ് ചക്രവാതം? ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യയിലും രൂപം കൊള്ളുന്ന ശക്തമായ ചുഴലിക്കാറ്റുകളാണ് ചക്രവാതങ്ങൾ. എന്താണ് കാറ്റ്? ഉത്തരം വായുവിന്റെ സഞ്ചാരമാണ് കാറ്റ്. അന്തരീക്ഷത്തിലെ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ മേഖലയിലേക്കുണ്ടാകുന്ന വായുവിന്റെ തിരശ്ചീന ചലനമാണ് കാറ്റ്. ഭൂവൽക്കത്തിന്റെ താഴെയുള്ള ഭാഗം ഏതാണ്? ഉത്തരം മാൻഡിൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിലന്തി ഏതാണ്? ഉത്തരം ഉണ്ടക്കണ്ണൻ നീലമണ്ണാച്ചൻ ചിലന്തി. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങൾ കാറ്റിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഉത്തരം തമിഴ്നാട്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, കർണാടകം, കേരളം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ മത്സ്യസമ്പത്തിനെക്കുറിച്ചുള്ള പഠനവും കണക്കെടുപ്പും നടത്തുന്ന ദേശീയ സ്ഥാപനം ഏത്? ഉത്തരം ഫിഷറി സർവേ ഓഫ് ഇന്ത്യ. ശ്രീലങ്കയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഉത്തരം നീലാമ്പൽ. ഏറ്റവും വലിയ ദ്വീപ്? ഉത്തരം ഗ്രീൻലാൻഡ്. ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ഉത്തരം ശാന്തസമുദ്രം.
ചക്രവാതം എന്ന പേര് ചുഴലിക്കാറ്റിന് നൽകിയത് ആരാണ്? ഉത്തരം പ്രശസ്ത നാവികനായ ഹെൻറി പെഡിങ്ടൺ. നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം എക്കൽ മണ്ണ്. എന്താണ് സീമ? സിലിക്കൺ, മഗ്നീഷ്യം എന്നിവ ചേർന്നിട്ടുള്ള കടൽത്തറയുടെ ഭാഗം. അന്തരീക്ഷ വായുവിൽ കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സസ്തനി. ഉത്തരം നീലത്തിമിംഗലം. കടുവകൾക്ക് എത്ര പല്ലുകളാണുള്ളത്? ഉത്തരം 30. കാൽസ്യം, മഗ്നീഷ്യം ലവണങ്ങൾ അലിഞ്ഞു ചേർന്ന ജലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കഠിനജലം. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന ദേശീയ ഉദ്യാനം? ഉത്തരം ഭിതർകനിക. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നത് എന്താണ്? ഉത്തരം ലിത്തോസ്ഫിയർ. കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് എഴുതിയ പ്രാചീന സഞ്ചാരികൾ ആരെല്ലാമാണ്? ഉത്തരം ഇബ്നു ഖുർദാത്ത് ബൈ, മഹ്വാൻ, മാർക്കോ പോളോ, ബാർബോസ, ന്യൂഹോഫ്, ഹാമിൽട്ടൺ, ബർത്തലോമിയ ഡയസ് ബുക്കാനൻ. ആൽപ്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം പുൽമേടുകൾ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ പ്രധാനമായും ഒഴുകുന്നത് ഏതു രാജ്യത്തു കൂടിയാണ്? ഉത്തരം ഇറാഖ്. നിള, പേരാർ എന്നെല്ലാം അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴ. ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി? ഉത്തരം പെരിയാർ. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്ര. ഇന്ത്യൻ ഫിഷറീസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1897. മഴക്കാടുകൾക്ക് പ്രസിദ്ധമായ ഭൂമിയിലെ പ്രദേശങ്ങൾ ഏതാണ്? ഉത്തരം ഭൂമധ്യരേഖ പ്രദേശങ്ങൾ. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ആഫ്രിക്കൻ രാജ്യം ഏത്? ഉത്തരം കോങ്കോ. റഷ്യയുടെ ദേശീയ നദി? ഉത്തരം വോൾഗ. പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം തമിഴ്നാട്ടിലെ സുന്ദർ മലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്ന്. ആന്ധ്രയിലെ വിജയവാഡ നഗരം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൃഷ്ണ. മാനസ് സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം സിന്ധു. റബ്ബറിന്റെ ജന്മദേശം? ഉത്തരം ബ്രസീൽ. ചോല എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ജലം. ഏറ്റവും അധികം പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഉത്തരം ഗംഗ. റീത്ത, കത്രീന, വിൽമ, ഐവാൻ, ഒഫീലിയ, ബീറ്റ് എന്നിവ എന്താണ്? ഉത്തരം അമേരിക്കൻ തീരങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റുകൾ. ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ് ഏതാണ്? ഉത്തരം എക്കൽ മണ്ണ്. ഭൂവൽക്കത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഏതെല്ലാം? ഉത്തരം സിയാൽ, സീമ. അന്തരീക്ഷ വായുവിനെ ഭൂമിക്ക് ചുറ്റും പിടിച്ചു നിർത്തുന്നത് എന്തിന്റെ ബലമാണ്? ഉത്തരം ഗുരുത്വാകർഷണ ബലം. 1973 സ്ഥാപിതമായ ബ്രിട്ടീഷ് ഗ്രീൻ പാർട്ടിയുടെ യഥാർത്ഥ പേര്? ഉത്തരം ദി ഇക്കോളജി പാർട്ടി. ലിബിയയുടെ ദേശീയ ഫലം ഏതാണ്? ഉത്തരം മാതളം. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ളത് ഏത് താപനിലയിലാണ്? ഉത്തരം 4 ഡിഗ്രി സെൽഷ്യസ്. വെള്ളത്തുള്ളിക്ക് ഗോളാകൃതി നൽകുന്നത് ഏത് പ്രതിഭാസമാണ്? ഉത്തരം പ്രതലബലം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സസ്തനി ഏതാണ്? ഉത്തരം ഇന്ത്യൻ പിഗ്മി ബാറ്റ്. മഴ പെയ്യിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്നത് ഏത് രാഗത്തിനാണ്? ഉത്തരം അമൃതവർഷിണി. എവറസ്റ്റിനെ ടിബറ്റുകാർ വിളിക്കുന്ന പേര്? ഉത്തരം ചോമോ ലുങ്മ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം? ഉത്തരം കിളിമഞ്ചാരോ. ചൂയിംഗം നിർമ്മിക്കാൻ ആവശ്യമായ കറ ലഭിക്കുന്നത് ഏത് മരത്തിൽ നിന്നാണ്? ഉത്തരം സപ്പോട്ട. എന്താണ് അന്തരീക്ഷ മർദ്ദം? അന്തരീക്ഷ വായു പ്രയോഗിക്കുന്ന മർദ്ദമാണ് അന്തരീക്ഷ മർദ്ദം. ജൈവ വസ്തുക്കളുടെ അഴുകലിന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്?
ഉത്തരം ആക്ടിനോ ബാക്ടീരിയ. ശിലാമണ്ഡലം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ഉത്തരം ശിലാപദാർത്ഥങ്ങൾ കൊണ്ട്. ഓസോൺ പടലം എന്തിന്റെ ഭാഗമാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയറിന്റെ. കേരളത്തിൽ കണ്ടുവരുന്ന വിവിധയിനം മണ്ണിനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം വനമണ്ണ്, എക്കൽ മണ്ണ്, മണൽ മണ്ണ്, വെട്ടുകൽ മണ്ണ്, കരിനിലങ്ങൾ, ചെമ്മണ്ണ്, കറുത്ത മണ്ണ്. തായ്ലാന്റിന്റെ ഔദ്യോഗിക പുഷ്പം ഏത്? ഉത്തരം സൂര്യകാന്തി. സാലിം അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ഫാൾ ഓഫ് എ സ്പാരോ, അല്ലെങ്കിൽ ഒരു കുരുവിയുടെ പതനം. ഭൂമിയിലെ ശുദ്ധജല ശേഖരം ആകെയുള്ള ജലത്തിന്റെ എത്ര ഭാഗം വരും? ഉത്തരം 3%. ഏറ്റവും വലിയ ദ്വീപ് സമൂഹം? ഉത്തരം ഇന്തോനേഷ്യ. ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ്? ഉത്തരം നൗറു. എവിടെയാണ് ക്ലൗഡ് സീഡിങ്ങിനെ ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ചത്? ഉത്തരം 1946 അമേരിക്കയിൽ ശാസ്ത്രജ്ഞരായ ഇർവിംഗ് ലാങ്മോറും സഹായി വിൻസെന്റ് ഷേഫറും. ഷിംബോറോസോ, കോജോപാക്സെ, തുംഗറാഹുവോ എന്നീ അഗ്നിപർവ്വതങ്ങൾ ഏത് പർവ്വതനിരകളിലാണ് കാണപ്പെടുന്നത്? ഉത്തരം ആൻഡീസ് പർവ്വതനിരകളിൽ. മ്യാൻമറിലെ പ്രധാന നദി ഏതാണ്? ഉത്തരം ഐരാവതി. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം പാമ്പാർ. കല്ലായി പുഴ ഒഴുകുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം കാവേരി. വനവൃക്ഷമായ മുട്ടിമരത്തിന്റെ കായകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം തൈത്തടിയിൽ. ആഫ്രിക്കയിലെ നിബിഡ വനങ്ങൾക്കും മരുഭൂമികൾക്കും മധ്യേ കാണപ്പെടുന്ന പുൽമേടുകൾ നിറഞ്ഞ വനഭാഗം ഏതാണ്? ഉത്തരം സാവന്ന. ഇന്ത്യയിൽ വനഭൂമി വിസ്തീർണത്തിൽ 1-ാം സ്ഥാനം ഏത് സംസ്ഥാനത്തിനാണ്? ഉത്തരം മധ്യപ്രദേശ്. ശിവസമുദ്ര വെള്ളച്ചാട്ടം, ഹൊഗനക്കൽ വെള്ളച്ചാട്ടം എന്നിവ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാവേരി. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്ര. കൊച്ചി സംസ്ഥാനത്ത് വനസംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഉത്തരം 1905. ജാതി മരത്തിന്റെ ജന്മനാട്? ഉത്തരം മലേഷ്യ. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള യൂണിറ്റ്? ഉത്തരം മില്ലിബാർ. മണ്ണ് ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 5. പശ്ചിമഘട്ടത്തിന്റെ പാലക്കാട് മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം സഹ്യപർവ്വതം. എന്താണ് അന്തരീക്ഷം? ഉത്തരം ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന വായുവിന്റെ അദൃശ്യമായ ആവരണം. ജൈവാംശം ഏറ്റവും കൂടുതലുള്ളത് ഏത് മണ്ണിലാണ്? ഉത്തരം പർവ്വത മണ്ണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കടിയേൽക്കുന്ന കടൽ പാമ്പ് ഏതാണ്? ഉത്തരം വലിയ കടിയൻ പാമ്പ്. മിസോറാം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം ഹൂലോക്ക് ഗിബൺ. ഹരിത വിപ്ലവത്തിന്റെ പിതാവായി വിശേഷിപ്പിക്കുന്ന നൊബേൽ പുരസ്കാര ജേതാവായ അമേരിക്കൻ കൃഷിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം നോർമൻ ബോർലോഗ്. ഭിത്താർകനിക ദേശീയ ഉദ്യാനം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഒഡീഷ. അച്ഛനില്ലാത്ത പാമ്പ് എന്ന് വിളിപ്പേരുള്ള പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. 14 വർഷത്തോളം കാര്യമായ മഴ ലഭിക്കാതിരുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ചിലിയിലെ അരിക്ക. എവറസ്റ്റിന് ആ പേര് നൽകിയത് ആരുടെ ഓർമ്മയ്ക്കായാണ്? ഉത്തരം ബ്രിട്ടീഷ് സർവേ വിദഗ്ധനും ഗണിതശാസ്ത്രജ്ഞനുമായ ജോർജ് എവറസ്റ്റിന്റെ ഓർമ്മയ്ക്ക്. ഗ്രീക്ക് ദേവനായ അറ്റ്ലസിന്റെ പേരിലുള്ള പർവ്വതനിര ഏതാണ്? ഉത്തരം അറ്റ്ലസ്. സിംബാബ്വെ സാംബിയ അതിർത്തികളിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം സാംബസി. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം, ആറന്മുള വള്ളംകളി ഇവ നടക്കുന്നത് എവിടെയാണ്?
ഉത്തരം പമ്പയുടെ തീരത്ത്. ഏഷ്യ യൂറോപ്പ് ഭൂഖണ്ഡങ്ങളുടെ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഉത്തരം യൂറാൽ. കബനി ഡാം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കർണാടക. മുല്ലപ്പെരിയാർ ഡാമിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഉത്തരം തമിഴ്നാട്. ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ നാഗാർജുന സാഗർ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൃഷ്ണ. നർമ്മദ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഉത്തരം മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്ന്. വന്യപക്ഷി മൃഗ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1912. കരിമ്പനിയുടെ ജന്മദേശം? ഉത്തരം ആഫ്രിക്ക. ഇന്ത്യയിലെ വനമഹോത്സവം ആരംഭിച്ചത് ആരാണ്? ഉത്തരം KM മുൻഷി. ഭൂമിയിലെ അന്തരീക്ഷമർദ്ദം എത്രയാണ്? ഉത്തരം സമുദ്രനിരപ്പിൽ നിന്നും 1013 മില്ലിബാർ. കളിമണ്ണിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം അലുമിനിയം ഓക്സൈഡ്, സിലിക്ക. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കേരളം, തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? ഉത്തരം ഇത്തിക്കണ്ണിക്കുരുവി. ജലത്തിന്റെ കുത്തവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബ്ലൂ ഗോൾഡ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം കനേഡിയൻ എഴുത്തുകാരിയായ മോഡ് ബാർലോ. ഒരു വ്യക്തിയോ സമൂഹമോ സ്ഥാപനമോ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിന് പറയുന്ന പേര്? ഉത്തരം കാർബൺ ഫുട് പ്രിന്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായ നാഗാർജുന സാഗർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശിൽ. എന്താണ് ഖനജലം? ഉത്തരം ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയവും ഓക്സിജൻ ചേർന്ന ജലമാണ് ഖനജലം. ഭൂമിയിൽ ഏകദേശം എത്ര വെള്ളമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്? ഉത്തരം 1400 ദശലക്ഷം ക്യൂബിക് കിലോമീറ്റർ. ഏറ്റവും തെക്കുള്ള തലസ്ഥാന നഗരം? ഉത്തരം ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ. ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ഉത്തരം ആർട്ടിക് സമുദ്രം. എന്താണ് അമ്ലമഴ? ആസിഡിന്റെ അംശം കൂടുതലുള്ള മഴയാണ് അമ്ലമഴ. സൾഫ്യൂരിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെ അംശം ഇതിൽ വളരെയധികം കൂടുതലായിരിക്കും. അന്നപൂർണ കീഴടക്കിയ വനിതകൾ ആരെല്ലാമാണ്? ഉത്തരം ആർലിൻ ബ്ലമ്മിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പർവ്വതാരോഹകർ. നാഗലോകത്തെ ഔദ്യോഗിക വൃക്ഷമെന്ന് പുരാണങ്ങളിൽ വിളിക്കപ്പെടുന്ന വൃക്ഷം? ഉത്തരം ചുരുളി. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഏതിനം വനങ്ങളാണ്? ഉത്തരം തൈഗ. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? ഉത്തരം റാന്നി. വിമാനങ്ങൾക്ക് പറക്കാൻ ഏറ്റവും യോജിച്ച മേഖല? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏതാണ്? ഉത്തരം പെട്രോളജി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിപ്പമുള്ള ദേശാടന പക്ഷി ഏതാണ്? ഉത്തരം ഡാൽമേഷ്യൻ പെലിക്കൺ. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പരിസ്ഥിതി മലിനീകരണ ദ്രവ അവശിഷ്ടത്തെ പറയുന്ന പേര്? ഉത്തരം എഫ്ലുവൻ. വേഗം കണക്കാക്കുന്നത് ഏത് സ്കെയിൽ ഉപയോഗിച്ചാണ്? ഉത്തരം സാഫിയർ സിംപ്സൺ സ്കെയിൽ. ഓസോൺ പാളിയുടെ കനം എത്ര യൂണിറ്റിലാണ് കണക്കാക്കുന്നത്? ഉത്തരം ഡോപ്സൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ സംഘടന ഏതാണ്? ഉത്തരം പീപ്പിൾ ഫോർ അനിമൽസ്. ജലത്തിന്റെ ഘടന എങ്ങനെയാണ്? ഉത്തരം ഹൈഡ്രജന്റെ 2 പരമാണുക്കളും ഓക്സിജന്റെ 1 പരമാണുവും നിശ്ചിത രീതിയിൽ കൂടിച്ചേരുന്നു. ജനവാസമില്ലാത്ത ഭൂഖണ്ഡം? ഉത്തരം അന്റാർട്ടിക്ക. മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് എന്താണ്? ഉത്തരം ഗുട്ടൻബർഗ് വിച്ഛിന്നത. എന്താണ് മൺസൂൺ? ഉത്തരം മഴ കൊണ്ടുവരുന്ന കാറ്റാണ് മൺസൂൺ. എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് ആരെല്ലാമാണ്?
ഉത്തരം എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും 1953 മെയ് 21 ഏറ്റവും വേഗത്തിൽ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി. ഉത്തരം കാജി ഷെർപ്പ. ചന്ദന മരങ്ങൾക്ക് പേര് കേട്ട മറയൂർ കാട്ടിലൂടെ ഒഴുകുന്ന നദി. ഉത്തരം പാമ്പാർ. മാമാങ്കം നടന്നിരുന്നത് എവിടെയാണ്? ഉത്തരം ഭാരതപ്പുഴയുടെ തീരത്ത്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി. ഉത്തരം ശിരുവാണി. പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന ഏറ്റവും നീളമേറിയ നദി. ഉത്തരം ഗോദാവരി. പാകിസ്ഥാന്റെ ദേശീയ നദി ഏതാണ്? ഉത്തരം സിന്ധു. ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് എന്നാണ്? ഉത്തരം 1960. തണ്ണിമരം എന്നറിയപ്പെടുന്ന വൃക്ഷം. ഉത്തരം നീരാൽ. സൂചികാഗ്ര വൃക്ഷങ്ങൾ ഏത് വനമേഖലയുടെ പ്രത്യേകതയാണ്? ഉത്തരം തൈക. കേരളത്തിലെ സർക്കാർ വനവൽക്കരണ പരിപാടി ആരംഭിച്ച വർഷം? ഉത്തരം 1998. ഭൂമിയിലെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് എവിടെയാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ഭൂമിയിലെ കരഭാഗത്തിന്റെ വിസ്തീർണം എത്രയാണ്? ഉത്തരം 14.8 കോടി ചതുരശ്ര കിലോമീറ്റർ. മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പ്രകൃതി പ്രാപ്തയാണ്, പക്ഷേ അവന്റെ അത്യാഗ്രഹങ്ങളെ നിറവേറ്റാൻ പ്രാപ്തയല്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം മഹാത്മാഗാന്ധി. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ശരാശരി അകലം എത്രയാണ്? ഉത്തരം 15 കോടി കിലോമീറ്റർ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കിഴങ്ങു വിളകളിൽ 1-ാം സ്ഥാനം ഏതിനാണ്? ഉത്തരം മരച്ചീനി. ലോകത്തിൽ ഏറ്റവും അധികം മാലിന്യങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കുന്ന രാജ്യം? ഉത്തരം അമേരിക്ക. ഈജിപ്തിന്റെ ദേശീയ പുഷ്പം ഏതാണ്? ഉത്തരം താമര. സമുദ്രജലത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ലവണം ഏതാണ്? ഉത്തരം സോഡിയം ക്ലോറൈഡ്. ഒലിവ് റിഡ്ലി ആമകൾ ഏറ്റവും കൂടുതൽ പ്രജനനം നടത്തുന്ന ലോകപ്രസിദ്ധ കടൽ തീരം ഏതാണ്? ഉത്തരം മെക്സിക്കൻ കടൽ തീരം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ആരംഭം കുറിച്ച വർഷം? ഉത്തരം 1966. പെട്ടെന്ന് പ്രകോപിതമാകാത്ത വിഷപ്പാമ്പ് ഏതാണ്? ഉത്തരം രാജവെമ്പാല. കേരളത്തിലെ മഴക്കാലത്തെ എത്രയായി തിരിക്കാം? ഉത്തരം 3 ഇടവപ്പാതി, തുലാവർഷം, വേനൽമഴ. ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏതാണ്? ഉത്തരം ഹൈഗ്രോമീറ്റർ. ആൽപ്സിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി? ഉത്തരം മോണ്ട് ബ്ലാങ്ക്. എവറസ്റ്റിന് സർവേ വകുപ്പ് ആദ്യം നൽകിയിരുന്ന പേര്? ഉത്തരം പീക്ക് 15. ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന നദി? ഉത്തരം ഡാനൂബ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം കുട്ടനാട്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഏത് നദിയിലാണ്? ഉത്തരം പെരിയാർ. പ്രാചീന കാലത്ത് നർമ്മദ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം രേവ. തേക്ക് തൈകൾ മുളപ്പിച്ച് നടുന്നതിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ രീതി ഏതാണ്? ഉത്തരം സ്റ്റംപ് നടീൽ. ലോകത്തിൽ ആദ്യമായി തേക്കിൻ തോട്ടം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം നിലമ്പൂർ. ഇലപൊഴിയും കാടുകൾ സമൃദ്ധമായുള്ളത് ഏത് ഭൂമിശാസ്ത്ര മേഖലയിലാണ്? ഉത്തരം ഉപോഷ്ണ മേഖലാവനങ്ങൾ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. കാറ്റ്, മഞ്ഞുവീഴ്ച, മേഘങ്ങൾ, ഇടിമിന്നൽ ഇവയെല്ലാം ഉണ്ടാകുന്നത് എവിടെയാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയറിൽ. ഭൂമിയിലെ ജലഭാഗത്തിന്റെ വിസ്തീർണം എത്രയാണ്? ഉത്തരം 36.2 കോടി ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം? ഉത്തരം ഹിമാചൽ പ്രദേശ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 8 മിനിറ്റ് 20 സെക്കൻഡ്. ഇന്ത്യയിൽ ആദ്യം മാമ്പഴ സീസൺ ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം കേരളത്തിൽ. ഏത് കീടനാശിനിയുടെ പ്രഭാവത്തെയാണ് റേച്ചൽ കാഴ്സൺ സൈലന്റ് സ്പ്രിംഗിൽ പ്രമേയമാക്കിയിരിക്കുന്നത്?
ഉത്തരം DDT. ഗയാന രാജ്യത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഉത്തരം ആനത്താമര. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെലിക്കൺ ട്രീ കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ ഗോദാവരി ജില്ലയിലെ ആരഡ് എന്ന സ്ഥലത്ത്. ഇറാന്റെ ദേശീയ ഫലം ഏതാണ്? ഉത്തരം മാതളം. ഡോക്ടർ MS സ്വാമിനാഥനെ കുറിച്ച് ഡോക്ടർ RV അയ്യർ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം MS സ്വാമിനാഥൻ, സയന്റിസ്റ്റ് ആൻഡ് ഹ്യൂമനിസ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും വണ്ണം കൂടിയ പാമ്പ് ഏതാണ്? ഉത്തരം പൈത്തൺ മൊല്യൂറാസ്. മഴയെ സാധാരണയായി വിളിക്കാറുള്ള പേര് എന്താണ്? ഉത്തരം മൺസൂൺ. കേരളത്തിലെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തുടങ്ങിയത് ആരാണ്? ഉത്തരം 1836 സ്വാതി തിരുനാൾ. മോണ്ട് ബ്ലാങ്ക് കീഴടക്കിയത് ആരൊക്കെയാണ്? ഉത്തരം ജാക്വസ് ബെൽമാറ്റും മൈക്കൽ പക്കാർഡും. എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ബംഗാളിൽ നിന്നുള്ള സർവേയർ രാധാനാഥ് സെക്കിൻഡാർ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം മിസിസിപ്പി. പമ്പാ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം? ഉത്തരം ശബരിമല. കാവേരി നദി പതിക്കുന്നത് എവിടെയാണ്? ഉത്തരം ബംഗാൾ ഉൾക്കടലിൽ. ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം നർമ്മദ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം? ഉത്തരം മക്ലിൻ. ദേനാലി എന്നറിയപ്പെടുന്നതും മക്ലിനാണ്. ദേനാലി എന്നാൽ സൂര്യന്റെ വീട്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏതാണ്? ഉത്തരം വിന്ധ്യ പർവ്വതം. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി? ഉത്തരം പമ്പ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം കുന്തിപ്പുഴ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം ഗോദാവരി. ഏതെല്ലാം നദികൾ ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് നിർമ്മിച്ചിട്ടുള്ളത്? ഉത്തരം ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന്. തിരുവിതാംകൂറിൽ വന സംരക്ഷണത്തിന് ശക്തമായ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഉത്തരം 1893. ലോകത്തിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്നത് ഏതിനം വനങ്ങളാണ്? ഉത്തരം ഇലപൊഴിയും കാടുകൾ. മഴക്കാടുകൾ എന്നറിയപ്പെടുന്നവയിൽ സാധാരണ വർഷത്തിൽ എത്ര മില്ലിമീറ്ററിലധികം മഴ ലഭിക്കുന്നു? ഉത്തരം 1750 മില്ലിമീറ്റർ. കേരളത്തിൽ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഏതാണ്? ഉത്തരം ആറളം. ത്രികടുവിലെ അംഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ചുക്ക്, കുരുമുളക്, തിപ്പലി. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 6നും 7.5നും മധ്യേ. അന്തരീക്ഷത്തിലെ വിവിധ പ്രതിഭാസങ്ങളെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം അന്തരീക്ഷ ശാസ്ത്രം. ഏതു തരം മണ്ണിലാണ് അലുമിനിയം ലവണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? ഉത്തരം മരുഭൂമിയിലെ മണ്ണിൽ. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്, അട്ടപ്പാടി, രാമക്കൽമേട്. ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ഓസോൺ പാളിയെ. കേന്ദ്ര സർക്കാരിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രം എന്ന ശാഖയിലെ ഗവേഷണ പഠനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്ക് നൽകുന്ന ദേശീയ പുരസ്കാരത്തിന്റെ പേര് എന്താണ്? ഉത്തരം EK ജാനകിയമ്മാൾ അവാർഡ് ഓൺ പ്ലാന്റ് ടാക്സോണമി, EK ജാനകിയമ്മാൾ അവാർഡ് ഓൺ അനിമൽ ടാക്സോണമി. ആഫ്രിക്കയിലെ വംശനാശ ഭീഷണി നേരിടുന്ന പർവ്വത ഗൊറില്ലകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച് രക്തസാക്ഷിത്വം വഹിച്ച ജീവശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡയാൻ ഫോസി. മേഘാലയയുടെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം മേഘപ്പുലി. ഏറ്റവും വടക്കുള്ള തലസ്ഥാന നഗരം? ഉത്തരം ഐലൻഡിലെ റോയിക് ജാവിക്. ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ.
വെള്ളം ചൂടുകൊണ്ട് നീരാവിയാക്കുന്നത് ഏതു പേര് വിളിക്കാം? ഉത്തരം ബാഷ്പീകരണം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഉത്തരം മൗണ്ട് എവറസ്റ്റ്. ഭൂമിയിലെ താപനിലയെ താഴാതെ പിടിച്ചു നിർത്തുന്നത് ഏതു വാതകമാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ലവണം ഏതാണ്? ഉത്തരം മഗ്നീഷ്യം ക്ലോറൈഡ്. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2015. സാധാരണയായി കടുവകളുടെ കണക്കെടുപ്പിനെ അവലംബിക്കുന്ന രീതി? ഉത്തരം പെഗ്മാർ. ഭൂമിയുടെ ഭൂമധ്യരേഖാ വ്യാസം എത്രയാണ്? ഉത്തരം 12,756.32 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള ചിലന്തി ഏതാണ്? ഉത്തരം കടുവ ചിലന്തി അല്ലെങ്കിൽ മഞ്ഞത്തുടയൻ ചിലന്തി. ലോകത്തിലെ ഏറ്റവും വലിയ തിരണ്ടി മത്സ്യം ഏതാണ്? ഉത്തരം ഭീമൻ ചെകുത്താൻ തിരണ്ടി. ഏറ്റവും കൂടുതൽ ക്യാരറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം ചൈന. ഇന്ത്യയിൽ ഏറ്റവും ചെറിയ കടുവ സംരക്ഷണ കേന്ദ്രമായ ബോർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഭൂമി. ജലത്തിന്റെ രാസപ്രതീകം? ഉത്തരം H2O. ഏറ്റവും വലിയ ഭൂഖണ്ഡം? ഉത്തരം ഏഷ്യ. പാമ്പ് വർഗത്തിൽ ആൺപാമ്പുകളെ കണ്ടെത്തിയിട്ടില്ലാത്ത ഇനം ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. വടക്ക് കിഴക്കൻ മൺസൂൺ എത്തിച്ചേരുമ്പോൾ ഏതു മഴക്കാലമാണ് ആരംഭിക്കുന്നത്? ഉത്തരം തുലാവർഷം. ആരായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മേധാവി? ഉത്തരം ജോൺ കൊൾഡിക്കാട്ട്. ദക്ഷിണ യൂറോപ്പിൽ ജിനോവ ഉൾക്കടൽ മുതൽ വിയന്ന വരെ നീണ്ടുകിടക്കുന്ന പർവ്വതനിര? ഉത്തരം ആൽപ്സ്. കാശ്മീരിലെ നംഗ പർവ്വതം ആദ്യമായി കീഴടക്കിയത് ആരാണ്? ഉത്തരം ഹെർമൻ ബുൾ. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഈജിപ്റ്റ്. മലമ്പുഴ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഭാരതപ്പുഴ. കക്കയം ഡാം ഏത് പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കുറ്റ്യാടിപ്പുഴയിൽ. മഹാരാഷ്ട്രയിലെ സംഗ്ലി നഗരം ഏത് നദീതീരത്താണ്? ഉത്തരം കൃഷ്ണ. ചുവന്ന നദി, ആസാമിന്റെ ദുഃഖം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി? ഉത്തരം ബ്രഹ്മപുത്ര. ലോകത്തിലെ ഏറ്റവും വലിയ ഈട്ടിത്തടി ഏതു രാജ്യത്താണ്? ഉത്തരം ബ്രസീൽ. കേരളത്തിന്റെ കൽപ്പവൃക്ഷം ഏതാണ്? ഉത്തരം തെങ്ങ്. വനനശീകരണ ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടുന്ന രാജ്യം? ഉത്തരം ബ്രസീൽ. വനഭൂമിയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീൽ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഉത്തരം യമുന. അന്തരീക്ഷത്തിൽ വായുവിന്റെ സാന്നിധ്യം ഏകദേശം എത്ര കിലോമീറ്റർ വരെയാണ്? ഉത്തരം 700 കിലോമീറ്റർ വരെ. അഗ്നിപർവ്വത സ്ഫോടന ഫലമായി പുറത്തു വരുന്ന ലാവ പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണ്? ഉത്തരം കറുത്ത മണ്ണ്. പ്രാദേശികവാദങ്ങൾ എന്നാൽ എന്താണ്? ഉത്തരം പ്രാദേശികമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. കടൽ അനിയന്ത്രിതമായി ചൂടാകുന്നത് മൂലമുണ്ടാകുന്നു. കടൽക്കാറ്റും കരക്കാറ്റും പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ആനമുടി. ഇന്ത്യയിൽ കണ്ടുവരുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം ഏതാണ്? ഉത്തരം രത്നനീലി. ദേശീയ കർഷക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 23. ലോക കമ്പോളത്തിൽ ഏറ്റവും അധികം ക്രയവിക്രയം ചെയ്യുന്ന മത്സ്യം ഏതാണ്? ഉത്തരം ചെമ്മീൻ. കരിമ്പ് കൃഷിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം? ഉത്തരം ബ്രസീൽ. ഇന്ത്യക്കാണ് രണ്ടാം സ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം നാഗാർജുന സാഗർ. വൃക്ഷ സംരക്ഷണം മുഖ്യ ലക്ഷ്യമായ ചെപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. മഡഗാസ്കറിന്റെ ദേശീയ പുഷ്പം ഏത്?
ഉത്തരം ഗുൽമോഹർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആസാം. ജനസംഖ്യ ഏറ്റവും കൂടിയ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. മഴയുണ്ടാകുന്നത് എങ്ങനെയാണ്? ഉത്തരം ഭൂമിയിലെ വെള്ളം സൂര്യന്റെ ചൂട് കൊണ്ട് നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ഈ നീരാവി മേഘമായി വായുവിലൂടെ പറന്നു നടക്കുന്നു. ഇതിനിടെ മേഘം തണുക്കാനിടയായാൽ അത് മഴയായി താഴേക്ക് പോകുന്നു. ഭൂമിയിൽ പതിക്കുന്ന മഴത്തുള്ളിയുടെ വേഗം എത്രയാണ്? ഉത്തരം 8 മുതൽ 10 കിലോമീറ്റർ വരെ. എവിടെയാണ് ചെമ്പ് പർവ്വതം? ഉത്തരം അമേരിക്കയിൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര? ഉത്തരം ആൻഡീസ്. ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ഏതാണ്? ഉത്തരം സയർ. ഭാരതപ്പുഴ കടലിനോട് ചേരുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം പൊന്നാനി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതെല്ലാമാണ്? ഉത്തരം കബനി, ഭവാനി, പാമ്പാർ. താപ്തി നദി എവിടെയാണ് പതിക്കുന്നത്? ഉത്തരം അറബിക്കടലിൽ. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീ തീരത്താണ്? ഉത്തരം ചലം. സംസ്കൃതത്തിൽ ദന്തധാവന എന്ന പേരുള്ള വൃക്ഷം? ഉത്തരം കരിങ്ങാലി. ഗുൽമോഹറിന്റെ സ്വദേശം ഏതാണ്? ഉത്തരം മഡഗാസ്കർ. ശതമാനാടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാടുള്ളത് ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. ഭൂമിയുടെ ഏത് മേഖലയിലാണ് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ളത്? ഉത്തരം ധ്രുവ പ്രദേശങ്ങളിൽ.